സാഹിത്യ അക്കാദമി ചെയർമാൻ സച്ചിദാനന്ദനെ പരിഹസിച്ച് ശ്രീകുമാരൻ തമ്പി ക്രിസ്തുവിന് ശേഷം ആരെന്ന ചോദ്യത്തിന് ഉത്തരമായി താൻ ക്ലീശയെന്നും ശ്രീകുമാരൻ തമ്പിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വിവരങ്ങളുമായി ശാലിനി ശരിയാണ്. ശാലിനി, ഉച്ച സമയത്താണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സച്ചിദാനന്ദൻ എല്ലാ കുറ്റങ്ങളും ഞാൻ ഏൽക്കുകയാണ്, താൻ സ്വയം കുരിശിലേറ്റപ്പെടുകയാണ് എന്ന രീതിയിലുള്ള പരാമർശം നടത്തിയത്. ഇതിനെതിരെയാണ് ഇപ്പോൾ ശ്രീകുമാരൻ തമ്പി FB പേജിലൂടെ തന്നെ മറുപടി നൽകിയിരിക്കുന്നത് ഒരു പരിഹാസ രൂപേണ. എന്തൊക്കെയാണ് പരാമർശങ്ങൾ? സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കേരളഗാനത്തിന്റെ വിവാദം, ആ ഒരു കേരളഗാനവുമായി ബന്ധപ്പെട്ട വിവാദം കെട്ടടങ്ങുന്നതിന് ഇടയിലാണ് ഇത്തരത്തിൽ കവി K സച്ചിദാനന്ദനെ പരിഹസിച്ചുകൊണ്ട് കവിയും ഗാനരചയിതാവുമായി ശ്രീകുമാരൻ തമ്പി രംഗത്തെത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലൂടെയാണ് അദ്ദേഹം ഇത്തരത്തിലൊരു കുറിപ്പ് പങ്കുവെക്കുകയും ചെയ്തിട്ടുള്ളത്. പ്രധാനമായും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും പ്രതീകമാകാൻ യേശുക്രിസ്തുവിന് ശേഷം ആരെന്ന ചോദ്യത്തിന് ഉത്തരമായിരിക്കുന്നു എന്നൊരു കാര്യമാണ് രൂപേണ ശ്രീകുമാരൻ തമ്പി പങ്കുവെച്ചിട്ടുള്ളത്. ഇപ്പം ഇതിനൊരു ഉത്തരം കിട്ടിയിട്ടുണ്ട്. മഹത് പ്രവർത്തികൾക്ക് ഉത്തമ മാതൃക എന്നിങ്ങനെയാണ് ശ്രീകുമാരൻ തമ്പി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത്. തൽക്കാലം അദ്ദേഹം കേരള സാഹിത്യ അക്കാദമിയിൽ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തന്റെ ത്യാഗം തുടരുന്നുവെന്നും ശ്രീകുമാരൻ തമ്പി പരിഹാസ രൂപേണ അദ്ദേഹത്തിനെ പറ്റി പറയുന്നുണ്ട്. അത് മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇത്തരത്തിലൊരു പരിഹാസവും വിമർശനവും നടത്തുന്നത് എങ്കിൽ പോലും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ശ്രീകുമാരൻ തമ്പി ചില പരിഹാസങ്ങൾ പങ്കുവെക്കുന്നതോടൊപ്പം താൻ വെറും ഒരു പാമരനാ പാട്ടുകാരനാണ് എന്നൊരു കാര്യം കൂടി പങ്കുവെക്കുന്നത്. ഒരു ക്ലീശേ രൂപേണയാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ അദ്ദേഹം പങ്കുവെക്കുന്നത്. ശ്രീകുമാരൻ തമ്പി കിളിപ്പാട്ട് എഴുതിയ എഴുത്തച്ഛനും പാട്ടുകാരനായിരുന്നു എന്നൊരു പരിഹാസം ആ കുറിപ്പിലൂടെ അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്യുന്നത്. അതായത് ഒരു പോര് ഇതുവരെ അവസാനിക്കുന്നില്ല എന്ന് വേണം നമുക്ക് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല, ഇരുവരും തമ്മിലുള്ള പോര് ഒരു ഭാഗത്ത് തുടർന്നു, മറുഭാഗത്ത് അതിനെ കെട്ടടക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നതിനിടെ ഇത്തരത്തിലുള്ള പരസ്യ പ്രതികരണങ്ങളുമായി ഇരുവരും രംഗത്തെത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുരേഷ്, ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.